ഹായ്, ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പെറ്റൂണിയ ചെടികൾ പല കൂട്ടുകാരും പെട്ടെന്ന് പെറ്റൂണിയ നശിച്ചു പോകുന്നു എന്നുള്ളൊരു പരാതി പറയാറുണ്ട്. അപ്പം അതെന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പെറ്റൂണിയ നശിച്ചു പോകുന്നതിന് രണ്ട് കാരണങ്ങളാണ് പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഫംഗലായിട്ടുള്ള ഡിസീസാണ്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈർപ്പം കൂടി പോകുമ്പോഴാണ് ഫംഗൽ ഡിസീസ് വരുന്നത്. മറ്റൊന്ന് ഒരു ശത്രുവാണ്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. എൻ്റെ പെറ്റൂണിയ ചെടികളും അത് മൂലം നശിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു പെറ്റൂണിയ അല്ലെങ്കിൽ ഒരു ഉച്ച സമയം അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ വാടി നിൽക്കുന്നതായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയ പെറ്റൂണിയ ആയിരിക്കും അങ്ങനെ പോകുന്നത്. അത് നമുക്ക് താങ്ങാനാവാത്ത ഒരു സങ്കടമാണ്. കാരണം നമ്മൾ അത്രയും കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന് ഒരു ഫ്ലവർ വിരിയുക എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ഇതാണ്. അത് ആ സമയത്ത് നമുക്കത് ഇല്ലാതെയായി പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം അതെന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും അറിയാൻ പറ്റും. അതും പ്രത്യേകിച്ചും പെറ്റൂണിയ. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു സാധനമാണ് നമ്മുടെ പെറ്റൂണിയ ചെടികളിൽ ഏറ്റവും വലിയ ശത്രു. ഇത് മണ്ണിരയാണ്. മണ്ണിര പൊതുവേ നമ്മൾ പറയുന്നത് മണ്ണിന് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ തരും. അതൊക്കെ ശരിയാണ്. അത് മറ്റുള്ള ചെടികളെയാണ് ഇത് യാതൊരു എഫക്റ്റും ചെയ്യാത്തത്. പക്ഷേ ഇപ്പോഴും എൻ്റെ മറ്റുള്ള ചെടികളിലും ഇത് വേരുകൾ തിന്ന് നശിപ്പിച്ച് പല ചെടികളും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ ഫുൾ പോട്ടിംഗ് എല്ലാം ഞാൻ കളഞ്ഞ് പുതിയ മണ്ണിലേക്കെല്ലാം ചെടികളെല്ലാം ഞാൻ മാറ്റി കൊടുത്തേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഏറ്റവും കൂടുതൽ ഇത് എനിക്ക് പെറ്റൂണിയ ചെടികളിലാണ് നാശമുണ്ടാക്കിയിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടികളുടെ അതിൽ ആ ഒരു മണ്ണിൽ ചിലപ്പോൾ ഇത് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെർമി കമ്പോസ്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഇത് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വെർമി കമ്പോസ്റ്റ് യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പെറ്റൂണിയയ്ക്ക് വെർമി കമ്പോസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നോക്കിയിട്ടൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നാലും ഇതിൻ്റെ മുട്ടകൾ അതിനകത്ത് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഇത് സോയിലിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെറ്റൂണിയ ചെടികൾ അത് നല്ല നശിച്ചു പോകും. അത് ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്ലവറിങ് സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ നട്ട് കുറേ നാൾ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷമായിരിക്കും അത് വേരുകളും അതിൻ്റെ താഴത്തുള്ള സ്റ്റെമ്മുകളുടെ ടിഷ്യൂസൊക്കെ തിന്നിത് നശിപ്പിക്കും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ പെറ്റൂണിയനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ്സ് വളർത്തുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പെറ്റൂണിയ നശിച്ചു പോകും. ചിലപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഞാനിത് പലപ്പോഴും ഞാനും ഇത് അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആയപ്പോൾ മിക്ക പെറ്റൂണിയ എൻ്റെ പോകുന്ന സമയമായതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്ത് ആ മണ്ണ് ഫുള്ള് നോക്കിയപ്പോഴാണ് പോയ പെറ്റൂണിയയുടെ എല്ലാ പോട്ടി മിക്സിലും ഈ ഒരു മണ്ണിരയുടെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പെറ്റൂണിയ പോയേക്കണത്. ഇപ്പം ഞാൻ എൻ്റെ പെറ്റൂണിയയുടെ പോട്ടിങ്ങിൽ പുതിയ മണ്ണിൽ നട്ടേക്കുന്നത് കൊണ്ട് ഒരു പെറ്റൂണിയയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പം ഇതൊക്കെ എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോട്ടി മിക്സിൽ ഈ മണ്ണിര ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഫംഗൽ ഡിസീസ് വന്നിട്ട് മാത്രമേ നമ്മുടെ പെറ്റൂണിയ നശിച്ചു പോകത്തുള്ളൂ. കാണിച്ച വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെറ്റൂണിയ ഇനി നല്ല രീതിയിൽ വളർത്താൻ നിങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ ബായ്.